ഒരു സൺഡേ ബ്ലോഗ് ആട്ടോ. സൺഡേ വൈകുന്നേരം ഞങ്ങൾ കോതമംഗലം പള്ളിയിൽ പോയി. അവിടെ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് പെരുന്നാളായിരുന്നു. ആ സമയത്തൊന്നും അടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അന്ന് പോയില്ല. ഞങ്ങളുടെ കരിവീരന്മാരെ ഒന്ന് കബർ വേണമെന്ന് ചടങ്ങൊക്കെ ഉണ്ട്. അതൊന്നും നേരിട്ട് കാണാൻ പോയിട്ട് വരെ വഴിയുണ്ടായില്ല. കാരണം യാക്കോബായ സഭയിലെ പള്ളിയിൽ മാത്രമേ ഇന്ന് ചടങ്ങ് നടക്കുന്നുള്ളൂ. ഞങ്ങളുടെ സ്വന്തം കോതമംഗലം പള്ളിയിൽ എൽദുബാബേനെ കബറടി കേൾക്കുന്ന പള്ളിയാട്ടോ അതെ. ഇതറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല, ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അതറിയാത്തതായി. അപ്പൊ ഞങ്ങള് മൂന്നാളും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്, ഞങ്ങള് ബ്ലോക്കിൽ പെട്ടെടുക്കാം. പിന്നെ അതേ വീട്ടിൽ നിന്ന് മമ്മിയുണ്ട്, ആന്റിമാരൊക്കെ ഉണ്ട്, പിന്നെ ചേട്ടായിട്ട് കുഞ്ഞാവയുണ്ട്, ആന്റിയുടെ മോനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാൻ നിർത്തി. അവിടെ എല്ലാ സൺഡേയും വൈകുന്നേരം കുർബാന ഉണ്ട് 5:00. അപ്പൊ ഒരു കുർബാന കാണാൻ എഴുതി. അതായത് അവരെ പിക്ക് ചെയ്തു. ഞാൻ ബാക്കിലിരിക്കുന്നതായിട്ടോ. പിന്നെ ഞങ്ങളൊരു പൈസ ആവാൻ പോകുന്നേ ഉള്ളൂ, നിങ്ങളുടെ നിൽക്കും. പിന്നെ ഇതേ നീല ഷോൾ ഇട്ടേക്കുന്നതാണ് എന്റെ മമ്മി. റിച്ചേട്ടന് അവിടെ പെട്ടപ്പാണ്, ആരുടെയും മടിയിൽ ഇരിക്കുന്നില്ല. പിന്നെ ഇതിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കലും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങളിതേ കോതമംഗലം എത്തി. ആരും ചായ അടിച്ചിട്ടുണ്ടായില്ല, കാരണം ഞാൻ ചായ അടിച്ചു, ബാക്കി എല്ലാവരും കാപ്പി കുടിച്ചു. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഈ നേരം. അതായിരുന്നു ഒരു വട കഴിച്ചു, പിന്നെ അവരെന്തൊക്കെ പഴംപൊരി എന്തൊക്കെ കഴിച്ചു. അങ്ങനെ ശരവണ ഭവൻ ഉണ്ടായിരുന്നു, അവിടെ കയറി. ചെറുക്കൻ കുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര കളിയൊക്കെയാണ്. റിച്ചേട്ടന് അവരിനെ പിടിച്ചിരുത്തിയേക്ക. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കറക്റ്റ് ടൈം കുർബാന തുടങ്ങി. കുർബാന അകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആന്റിമാര് കൊച്ചിനെ എന്റെയിലാക്കിയിട്ട് അവര് പള്ളിയത്തോട്ട് കയറാൻ തന്നെ. കുഞ്ഞിനെ കൊണ്ട് പള്ളിയൊക്കെ തിരക്കായിരിക്കും. അപ്പൊ ഞാൻ പുറത്ത് പിടിച്ചോണ്ട് നിന്നോളാന്ന് പറഞ്ഞ അവനെ ഞാൻ എടുത്തു. റിച്ചേട്ടൻ ആന്റിയുടെ മോണ്ടയിലുണ്ട്. ഞങ്ങളിത് ലൈറ്റിംഗ് ഒക്കെ കണ്ടു. ഇങ്ങനെ ഞങ്ങള് കെട്ടിയൊന്നും കുട്ടികളും കൂടെ അങ്ങനെ ചുമ്മാ നിൽക്കുന്നു. അവരൊക്കെ പള്ളിയകത്താ. എന്ത് രസമായിട്ട് ലൈറ്റിംഗ് ഒക്കെ കാണാൻ. അപ്പുറത്ത് ഒരു കത്തീഡ്രൽ പള്ളിയുണ്ട്. അവിടെ മറ്റേ ജയന്റ് വീല് അങ്ങനെ കുറെ ഗെയിം സെക്ഷൻ ഒക്കെ ഉണ്ട്. ജയന്റ് വീലുണ്ട്, പിന്നെ മറ്റേ എന്തൊക്കെ മരണക്കിണറോ അങ്ങനത്തൊക്കെ ഉണ്ട്. ചേട്ടാ എപ്പോഴും റിസീറ്റിന് അങ്ങോട്ട് ഓടിപ്പോയി റിസീറ്റിനെ എടുത്തോണ്ടെന്ന് റിസീറ്റിനെ വിളിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. കുറെ നല്ല അടിപൊളിയാട്ടോ. തിരക്കൊന്നും കുറവില്ല. അങ്ങനെ അതേ പിള്ളേർക്ക് ടോയ്സും പെട്ടിക്കടയും അതും ഇതൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോയി. അപ്പൊ വീട്ടിൽ വരാൻ